തേരി മേരി രചന റോബു റോബസ്റ്റൻ അവതരണം സൽസാമുസ്തു. കാര്യങ്ങൾ കൂടുതൽ വഷളാവും മുന്നേ എല്ലാം തുറന്നു പറയുന്നതല്ലേ നല്ലത്. ഇത്രയൊക്കെയായിട്ടും അവർ നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്ന് ചലഞ്ച് ചെയ്തവരെ എന്തേലും അവരുടെ വായിൽ നിന്ന് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ അത്ര പെട്ടെന്നൊന്നും അവർ പിടി തരില്ലടാ. മൂന്നും വിളഞ്ഞു വെത്തുകളാ. ഏതായാലും നമ്മൾ ഇത്രയും കാലം ചുറ്റിച്ചതിനുള്ള പണിഷ്മെൻ്റായിട്ട് ഇതും കൂട്ടിയാൽ മതി. കുറച്ച് നാൾ ഇതും ആലോചിച്ച് തല പുകയ്ക്കട്ടെ. അതൊക്കെ സമ്മതിച്ചു. പക്ഷേ ഇന്നലത്തത് കയ്യാങ്കളിയായിപ്പോയി. അത് ലേശം കൂടിപ്പോയില്ലേ? അത് ചോദിച്ച് മേടിച്ചതാ രണ്ടും. ഒഴിഞ്ഞുമാറി നടന്ന ഞങ്ങളെ പിടിച്ചു നിർത്തി വാങ്ങിയതാ. പക്ഷെ ഇപ്പം തോന്നുന്നു അത്രയും വേണ്ടായിരുന്നു എന്ന്. ഇല്ലടാ, അതുകൊണ്ട് ഗുണമുണ്ട്. ഇനി എന്തായാലും ഈ ദേഷ്യവും കൂടി വെച്ച് മൂന്നെന്തേലും കുനിഷ്ടൊപ്പിക്കും. അത് നമ്മുടെ പ്ലാനിനെ ഹെൽപ്പ് ചെയ്യും. അവസാന പണിയെല്ലാം കൂടി നമുക്ക് റിട്ടേൺ കിട്ടാതിരുന്നാൽ മതിയായിരുന്നു. പുല്ല് വലിയ കാര്യത്തിനും കയറി ചലഞ്ച് ചെയ്യുകയും ചെയ്തു. ഇനി എന്താകും? നമ്മളായിട്ട് ഇനി ഒന്നും ആക്കണ്ട. ആവേണ്ടതൊക്കെ തന്നെ ആയിക്കോളും. തമാശ വിട്, സീരിയസ് ആകും. നമുക്കെല്ലാം ത്രിമൂർത്തീസിനോട് പറഞ്ഞാലോ? എന്താ പറയാ? ആര്യൻ്റെ കേസിൽ നിന്നും സിദ്ധാർത്ഥ അനിയനും അവൻ്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിയെന്നോ? അതോ കേസ് റീ ഓപ്പൺ ചെയ്യാൻ നിന്ന് നമ്മളെ റേയും ഭീഷണിപ്പെടുത്തിയെന്നോ? അതുപോലെ നിഹയുടെ ലവറാണ് അവനെന്നോ? നോ യൂസ്. ഈ പറയുന്നതിന് നമ്മുടെ അടുത്ത് വല്ല പ്രൂഫുണ്ടോ? ഇനിയിപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കൂല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്തേലും ഒരു പ്ലാൻ പറ. പ്ലാൻ ഉണ്ടാകുന്നതിനൊക്കെ മുന്നേ എനിക്കാദ്യം അങ്ങേരെ ഒന്ന് കാണണം. എൻ്റെ ബ്രോനെ. നമ്മളറിയാത്ത എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയണം. ഏട്ടൻ ഇന്നലെ മുതൽ ഞാൻ ട്രൈ ചെയ്യുകയാണ്. അങ്ങേര് ഫോൺ എടുക്കുന്നില്ല. ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അവിടെ ഉണ്ടാവുമല്ലോ ആള്. അത് ശരിയാ. പക്ഷെ നമ്മൾ മൂന്നും കൂടി ഇറങ്ങണ്ട. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോകാം വീട്ടിലേക്ക്. ഓക്കെ, സെറ്റ്. ഞങ്ങൾ നന്ദുവിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ചൂണ്ടാൻ പറ്റുമോ എന്ന് നോക്കാം. നന്ദിയെ മീറ്റ് ചെയ്തിട്ട് ഞാൻ നേരെ സ്റ്റേഷനിലേക്കാണ് പോയത്. സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് വന്ന് കയറിയത് കണ്ടതും അമ്മയുമായി സംസാരിച്ചിരിക്കുന്ന ശ്രീകുട്ടിയാണ്. ഇവളെന്തിനാ ദൈവം ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഇപ്പം അങ്ങോട്ട് കയറി ചെന്നാൽ ശരിയാവില്ല. അത് തോന്നിയതുകൊണ്ട് ഞാൻ പതിയെ വന്ന വഴിയെ പോകാൻ നിന്നതും അമ്മ, നീ വന്നോ എന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. നീ ഇരിക്ക്, ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് അമ്മ എണീറ്റ് അടുക്കളയിലേക്ക് നടന്നു. എന്താട്ടാ അവിടെ തന്നെ നിൽക്കുന്നേ? എന്നെ പേടിച്ചിട്ടാണോ? അകത്തേക്ക് കയറണോ വേണ്ടേന്ന് ആലോചിച്ച് നിൽക്കുന്ന എന്നെ കളിയാക്കുന്ന മട്ടിൽ ശ്രീകുട്ടി ചോദിച്ചതും മുഖത്തൊരു ചിരിയും ഫിറ്റ് ചെയ്ത് ഞാൻ അകത്തേക്ക് കയറി. പേടിക്കാനോ? നിന്നെയോ? അതിന് പേടിക്കാൻ മാത്രം നീ ആരാ? വല്ല കൊലയാളിയോ മറ്റോ ആണോ? ഞാനത് ചോദിച്ചതും അവളാകെ വല്ലാതെയായി. ഇതാ ചായ കുടിക്ക്, എന്നിട്ട് വേഗം കുളിച്ചു വാ. നിന്നെ കാണണമെന്ന് പറഞ്ഞ് വന്നതാ അവള്. ശ്രീകുട്ടിയെ ചൂണ്ടി അമ്മ പറഞ്ഞതും അവൾ അതേന്ന് തലയാട്ടി. ഓ, അപ്പം രണ്ടും കൽപ്പിച്ചാണ്. എനിക്കുറിച്ച് സംസാരിക്കാനുണ്ട്, ഞാനത് ഫ്രഷായി വരാം. അതും പറഞ്ഞ് ഞാൻ വേഗം റൂമിലേക്ക് കയറി. എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? എന്തൊക്കെ ഡയലോഗ് അടിക്കണമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമാണ് പെട്ടെന്ന് ഏട്ടൻ്റെ സൗണ്ട് കേട്ടത്. ഏട്ടന് നന്ദുവിന് ഇഷ്ടമാണോ? കൂടുതൽ വളഞ്ഞു മൂക്ക് പിടിക്കാതെ സ്ട്രെയിറ്റായി തന്നെ ഞാനങ്ങ് ചോദിച്ചു. നീ എന്താ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഞാൻ പറഞ്ഞ കഴിയും മുന്നേ ആളിങ്ങോട്ട് മറുചോദ്യം ചോദിച്ചു. എനിക്കുള്ള കാര്യം അറിഞ്ഞാൽ മതി. ഇഷ്ടമാണോ അല്ലേ എന്ന്. ഇന്ന് നന്ദു ഏട്ടനെ കാണാൻ വന്നിരുന്നെന്ന് പറഞ്ഞു. എല്ലാം മറന്നു കളയണമെന്നും ഏട്ടൻ പറഞ്ഞതെന്നു കൊണ്ടും എല്ലാം മറക്കുകയാണെന്നും ഞങ്ങളോട് പറഞ്ഞു. പോരാത്തതിന് സിദ്ധാർത്ഥുമായുള്ള എൻഗേജ്മെൻറ്റ് നടക്കുമെന്നും. അവസാനം എത്തിയപ്പോഴേക്കും എൻ്റെ ശബ്ദത്തിരി കനത്തു. ഞാൻ തല ഉയർത്തി ഏട്ടനെ നോക്കിയപ്പോൾ കാണുന്നത് ആളെന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതാണ്. നാളെയല്ലേ സാറ്റർഡേ? എൻഗേജ്മെൻറ്റ് എന്തായാലും നടക്കും. അപ്പം അതിന്? പക്ഷെ അത് എൻ്റെയോ അവളുടെയോ ആകുമെന്ന് മാത്രം. ഞാൻ പറയുന്നതിന് കയറി ആൾ പറഞ്ഞതും ഞാൻ ഞെട്ടി ഏട്ടനെ നോക്കി. എന്താ പറഞ്ഞേ? നാളെ എൻഗേജ്മെൻറ്റ് നടക്കും, പക്ഷെ അത് എൻ്റെയും നന്ദൻ്റെയും ആയിരിക്കുമെന്ന് കോൺഫിഡൻ്റായ ആൾ പറയുന്നത് കേട്ട് അതെങ്ങനെ നടക്കുമെന്നാണ് എൻ്റെ ചിന്ത. ഒരു മിനിറ്റ്, അപ്പോൾ ഏട്ടൻ അവളെ ഇഷ്ടമാണോ? അല്ലാതെ എനിക്ക് തലക്കോളം വല്ലതും ഉണ്ടോ ഇഷ്ടമില്ലാത്തൊരു പെണ്ണിനെ എൻഗേജ്ഡ് ആവാൻ? എന്ന് ഇതങ്ങ് ആദ്യമേ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? മനുഷ്യനെ വെറുതെ മെനക്കെടുത്താനായിട്ട്. നിങ്ങളുടെ കൂട്ടുകാരെ എനിക്കൊന്നും കാണാനുണ്ട്. നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം അവരോട് പറയാൻ പോകുകയാണോ? പിന്നല്ലാതെ അത് പറഞ്ഞിട്ട് വേണം എനിക്ക് അവരുടെ മുഖത്ത് നോക്കി കുറച്ച് ഡയലോഗ് അടിക്കാൻ. ഒരു ഗുണവും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു പോകുന്നതിനിടയിൽ എഗെയിൻ ഏട്ടൻ പറഞ്ഞതും ഞാൻ ആളുടെ നേരെ തിരിഞ്ഞു. നീ ഇതൊക്കെ ചെന്ന് അവരോട് പറഞ്ഞാലും ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. അവരുടെ തീരുമാനം അവർ മാറ്റില്ല. എൻ്റെ നോട്ടം കണ്ട് ഏട്ടൻ പറഞ്ഞതും എനിക്ക് വട്ട് പിടിക്കാൻ തുടങ്ങി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താണെങ്കിലും ഒന്ന് തെളിയിച്ച് പറ. അത് ഞാനായിട്ട് പറയുന്നതിലും നല്ലത് നീയായിട്ട് തന്നെ കണ്ടറിയുന്നതാ. അതും പറഞ്ഞ ആൾ പോയി. ഇതെന്തായി? ഏട്ടൻ എന്തു പറഞ്ഞു? റീൻഷ വന്ന് കയറിയതും ബാക്കി രണ്ടവളെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യൽ തുടങ്ങി. നടന്നു മുഴുവൻ പറഞ്ഞതും അവൾക്ക് രണ്ടിനും കൂടുതൽ കൺഫ്യൂഷനായി എന്നല്ലാതെ വേറൊരു ഗുണമൊന്നും ഉണ്ടായില്ല.
ഏട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ത്രിമൂർത്തീസിന് അറിയാം ഏട്ടൻ അവളെ ഇഷ്ടമാണെന്ന്. എന്നിട്ട് നന്ദുവിനെ സിദ്ധാർത്ഥിനെ കൊണ്ട് കെട്ടിക്കണമെന്ന് വാശി പിടിക്കുവാണെങ്കിൽ അതിലെന്തോ ഒരു ഇതില്ലേ? എന്തിതായാലും ഈ പ്ലാൻ നമ്മൾ കലക്കും. എൻഗേജ്മെൻ്റ് ഡേ ഒത്തിരി പേരൊന്നും വിളിച്ചിട്ടില്ല. അത്യാവശ്യം വീട്ടുകാർ, ഫ്രണ്ട്സ്, അത്രയേ ഉള്ളൂ. എല്ലാവരും ഓരോരോ വർക്കിൽ ബിസിയാണ്. നീക്കുള്ളിലൊരു കുത്തലുണ്ടെങ്കിലും ത്രിദേവിസിനെ കാണുമ്പോൾ അത് പുച്ഛാവും. നന്ദാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാതെ നടക്കുന്നത് കണ്ട് ത്രിദേവിസ്, അക്കു, ആദുമാർ ഞെട്ടിയിരിക്കുക. എല്ലാവരും പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കുമോ? എന്താപ്പോൾ അങ്ങനെ ഒരു ചോദ്യം? എവിടെയോ ചെറിയൊരു ഭയം. അക്കു, നിന്നിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കറക്റ്റ് ടൈമിൽ പവർ ഓഫ് ചെയ്യണം. അല്ല, അപ്പം ജനറേറ്ററോ? അക്കാര്യം ഞാൻ ഏറ്റു. ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കാം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടേ ആ സെക്കൻഡിൽ സിഗ്നൽ തരണം. കേട്ടല്ലോ? കേട്ടു. എന്തോ ഒപ്പിക്കാനുള്ള പുറപ്പാടല്ലോ അഞ്ചു. സംശയം എന്തിനാ? അത് ഉറപ്പായ കാര്യമല്ലേ? ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം എല്ലാത്തിനെയും. എവിടുന്നാ പണി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എന്തൊക്കെയായാലും നമ്മുടെ പ്ലാൻ കുളമാക്കാതെ നോക്കിയാൽ മതി. ചെക്കനും ഫാമിലി എത്തി. ആരോ വിളിച്ച് പറയുന്നത് കേട്ട് നമ്മുടെ ടീംസിൻ്റെ ശ്രദ്ധ അവിടേക്ക് തിരിഞ്ഞു. സിദ്ധാർത്ഥിനെയും അവൻ്റെ ഫാമിലി മെമ്പേഴ്സിനെയും ത്രിമൂർത്തീസും നന്ദിനിയും സാരംഗും അകത്തേക്ക് കൂട്ടി വന്നു. ത്രിദേവിസ് നോക്കുമ്പോൾ ഷീതൊക്കെ നോക്കിയൊരു മൂലക്ക് വെറുതെ നിൽക്കുവാണ്. ഇങ്ങൾക്ക് ഇത് എന്തൊരു കുലുക്കില്ലാത്തേ? അങ്ങേരുടെ വെറുതെ കുലുങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്തായാലും നമ്മൾ മറ്റാരെയും നോക്കണ്ട. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. സിദ്ധാർത്ഥ് വന്നതിന് പിന്നെ ത്രിദേവിസ് ആ വശത്തേക്ക് നോക്കിയിട്ടില്ല. വെറുതെ എന്തിനാ അവൻ്റെ ഡോഗ് ഷോ കാണുന്നത്? അങ്ങനെ കാത്തൊടുവിൽ ആ മുഹൂർത്തം ഇങ്ങെത്തി. മോതിരം മാറാനുള്ളത്. അക്കുവിനെ ആദുവിനെ പണി തുടങ്ങാനുള്ള സിഗ്നൽ കൊടുത്തിട്ട് ത്രിദേവിസ് അവരുടെ പണി ചെയ്യാൻ റെഡിയായി നിൽക്കുവാണ്. അവിടെ അത് റിംഗ് ബോക്സ് എടുത്ത് അവർക്ക് കൊടുക്കലും പവർ ഓഫ് ചെയ്തതും ഒരുമിച്ച്. അയ്യോ, ലൈറ്റ് പോയല്ലോ. ഇതൊന്നും വിളിച്ചില്ലാത്തേ. ജനറേറ്ററിന് ഇതും തെറ്റി. ആരെങ്കിലും ഒന്ന് അത് പോയി നോക്കൂ. ഓരോ ദിക്കിൽ നിന്ന് ആരൊക്കെ വിളിച്ചു പറയുവാണ്. ഏയ്, ആരും പേടിക്കണ്ട. ഇതിപ്പോൾ പുതിയ ട്രെൻഡാണ്. ഇരുട്ട് റിൻഷയുടെ ശബ്ദം. എന്ത്, മോതിരം മാറാൻ നിൽക്കുമ്പോൾ ലൈറ്റ് കളയുന്നതോ? ഏതോ ഒരു അമ്മച്ചി ചോദിച്ചു. അയ്യോ, അതല്ല, ദീപം ശരിയാക്കി തരാം എന്ന് റീമ പറഞ്ഞു തീർന്നതും ചെറിയ ഡിം ലൈറ്റ്സ് വന്നു. അതാണ് ഏകദേശം എന്തൊക്കെയോ കാണാമെന്നല്ലാതെ മുന്നേ നിൽക്കുന്ന ആളുടെ മുഖം ഒന്നും മനസ്സിലാവില്ല. ദേ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് റിംഗ് എക്സ്ചേഞ്ച് നടത്തും. അങ്ങനെ ടീമിൻ്റെ സ്പെഷ്യൽ നൈറ്റ് വിഷൻ ക്യാമിൽ പിക്സ് എടുക്കും. അപ്പം മുഖം ക്ലിയർ ആയി കിട്ടും. ക്ലീഷോ എൻഗേജ്മെൻറ്റ്സിൽ നിന്നൊരു ചേഞ്ച്. ശ്രുതിൻ്റെ ശബ്ദം. ആരാണ് ചേഞ്ച് ആഗ്രഹിക്കാത്തത്? ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങളെ. ഏതായാലും സമയം കളയാതെ മോതിരം മാറിക്കോളും. ആ ഡയലോഗ് കേട്ടതും ത്രിദേവിസ് നൈസായി അത് കുളമാക്കാൻ അവിടേക്ക് ചെല്ലുന്നതും ആരോ വാപ്പത്തി പിറകിലേക്ക് വലിച്ചു. കൂടുതൽ അനങ്ങി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കണ്ട. എൻഗേജ്മെൻറ്റ് കഴിയാതെ വിടില്ല ഞാൻ. ത്രിമൂർത്തീസ്. പൊട്ടി. അങ്ങനെ ആ പ്ലാൻ നല്ല അന്തസ്സായി 16 നിലയിൽ പൊട്ടി. ത്രിദേവിസിന് ദേഷ്യവും സങ്കടമൊക്കെ വന്നു. ഒരു രാത്രി ഫുള്ള് ഉറക്കം വെച്ച് കഷ്ടപ്പെട്ട് തലകുത്തി മറിഞ്ഞുണ്ടാക്കിയ പ്ലാനാണ് ഒറ്റയടിക്ക് ആ ദുഷ്ടന്മാർ ഇല്ലാതാക്കിയത്. അതൊക്കെയും ആ പാവങ്ങൾ കടിച്ചമർത്തി. ത്രിമൂർത്തി സൗണ്ടില്ലാതെ കരഞ്ഞു പറ്റുക. നിങ്ങളെന്ത് ഇങ്ങനെ നോക്കുന്നേ? നേരത്തെ പറഞ്ഞ പാവങ്ങൾ വിഷമം കടിച്ചമർത്തി പ്രസ്തുത ദുഷ്ടന്മാരെ കയ്യിലാണ്. അപ്പോൾ കരഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അങ്ങനെ മിനിറ്റുകൾക്ക് ശേഷം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. ആരോ എന്ന് പറഞ്ഞതും ലൈറ്റ്സും ഓണായി. ത്രിമൂർത്തീസും രക്ഷപ്പെട്ടു. കെട്ടിയമാരെ ചുട്ടരിക്കാൻ പാകത്തിൽ നിന്ന് നോക്കിയിട്ട് ത്രിദേവി ചവിട്ടിത്തുള്ളിപ്പോയി. മക്കൾസ്, എന്തായി? എല്ലാം പ്ലാൻ പോലെ തന്നെ നടന്നില്ലേ? അക്കു ആദ്യം എക്സൈറ്റ്മെൻറ്റ് എടുക്കാൻ വയ്യാതെ വിവരം പറയാമെന്നതും മൂന്നും അവരൊന്ന് ശോകഭാവത്തിൽ നോക്കി. നിൻ്റെയൊക്കെ പുന്നാര ബ്രോസ് എല്ലാം കുളം തോണ്ടി ദുഷ്ടന്മാർ. അപ്പോൾ പ്ലാൻ പൊട്ടിയോ? ആ കള്ള ബടവന്മാർ ഞങ്ങളെ മൂന്നിനെ പിടിച്ചു വെച്ചു. മാങ്ങാത്തൊലി, ഇവർക്കൊന്നും വേറെ പണിയില്ലേ? ഷോ, വെറുതെ പോയി പവർ ഓഫാക്കി. അങ്ങനെ സെൻ്റടിച്ച് 5 ഒരു മൂലക്ക മാറി നിന്നു. നിഹാണെങ്കിൽ ഇവരെ ചൊറിയാൻ കുറേ വേണ തവണ വന്നേലും കല്ല് പിടിക്കാനുള്ള മൂടൊക്കെ പോയോണ്ട് അവർ ഒഴിഞ്ഞു മാറി. നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോ. ഇതിനൊരു മറുപടി കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ പേര് വല്ല പൂച്ചക്കൂട്ടോ. പൂച്ചപ്രേമി റീമയുടെ പ്രതിജ്ഞയാണ്. ഷടാ, എന്നാലും വല്ലാത്തൊരു ചേത്തായിപ്പോയി. ഈ കഴിഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പെട്ടെന്ന് സോങ് പ്ലേ ആയത് കണ്ട് അവർ നോക്കുമ്പോൾ കാണുന്നത് സിദ്ധാർത്ഥിനെയും നന്ദുവിനെയും കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുകയാണ് എല്ലാവരും. അത് കണ്ടതോടെ ഷീയുടെ നിഹയുടെ മുഖം നിരണ്ടു. അവരുടെ കൂടെ പതിയെ ഓരോ കപ്പിൾ ജോയിൻ ചെയ്തു. ത്രിമൂർത്തീസ് ഭാര്യമാരെ വെറുതെ ഒന്ന് എല്ലായിടത്തും നോക്കിയെങ്കിലും കണ്ടില്ല. ആ ഗ്യാപ്പിൽ നമ്മുടെ ഷീയുടെ മമ്മിയുടെയും ജീൻസിനെ അച്ചുവിൻ്റെയും ഷീയും ആ കൂട്ടത്തിലേക്ക് കയറ്റി. അതോടെ നന്ദുവിൻ്റെ മുഖത്ത് ബൾബൊക്കെ കിട്ടു. സിദ്ധാർത്ഥ ടൈമിൽ ത്രിമൂർത്തീസിനെയും വിളിച്ചു. അളിയൻ വിളിച്ചാൽ പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നന്ദുവിനെ നോക്കി കൽപ്പിച്ചുകൊണ്ട് നിന്ന് ആദുവിനെയും നക്കുവിനെയും കൊണ്ട് കാശിയും ദേവനും സിദ്ധുവിനെ നോക്കി നിഹയും കൊണ്ട് റയാനും അവരുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്തു. ബ്ലഡി ഫൂൾസ്, ഭാര്യമാർ ഇവിടെ വടി പോലെ നിൽക്കുമ്പോൾ അവൾമാർ വിളിച്ച് കളിക്കുന്നത് കണ്ടില്ലേ? പെട്ടെന്ന് സോങ് ചേഞ്ചായി. അതോടെ പെയറിങ്ങും. കറങ്ങി തിരിഞ്ഞ നിഹ കാശിയുടെ അടുത്തും ആദ് ശ്രീയുടെ അടുത്തും
അക്കു സിദ്ധുവിൻ്റെ അടുത്തും അച്ചു ദേവുവിൻ്റെ അടുത്തും നന്ദു റയാൻ്റെ അടുത്തുമായി. നേഹയുടെയും കാശിയുടെയും കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും ഒക്കെ കണ്ട് ഇവിടെ ഒരാളെ പല്ലൊക്കെ കടിച്ചു പൊട്ടിക്കുന്നുണ്ട്. കൂൾ ഡൗൺ മോളെ, കൂൾ ഡൗൺ. റിച്ചു അവളെ ആശ്വസിപ്പിക്കുവാണ്. പക്ഷെ അടുത്ത കറക്കം അപ്പോഴേക്കും സ്ഥിരം നേരെ തിരിഞ്ഞു. ഈ കറക്കത്തിൽ നിഹ നേരെ ദേവൻ്റെ അടുത്തും ആദ്യം നേരെ സിദ്ധുവിൻ്റെ അടുത്തും അച്ചു റയാൻ്റെ അടുത്തും അക്കു ശ്രീയുടെ അടുത്തും നന്ദു കാശിയുടെ അടുത്തുമായി. ദേവൻ നിഹയെ കൈപ്പിടിച്ച് കറക്കുന്നു, വലിച്ചെടുപ്പിക്കുന്നു, വിയാതെ പിടിച്ചു നിർത്തുന്നു. ഇതൊക്കെ കണ്ട് റിൻഷ് സ്റ്റെയറിൻ്റെ കൈവരിയിൽ ഇടിക്കുന്ന ആകെ ജഗപുക. ഇപ്രാവശ്യം നിഹ സിദ്ധുവിൻ്റെ അടുത്തും ദേവൻ ആദുവിൻ്റെയും റയാൻ അക്കുവിൻ്റെയും കാശി അച്ചുവിൻ്റെയും നന്ദു ശ്രീയുടെയും പേരായി. അതോടെ 4 മുകളിൽ വല്ലാത്ത തിളക്കം. അങ്ങനെ ഒടുവിൽ ഡാൻസ് അവസാനിച്ചു. ഫംഗ്ഷനൊക്കെ ഏതാണ്ട് ഒരുങ്ങിയതും നേരുന്ന് നന്ദു തന്ന് റൂമിലേക്ക് വെച്ച് പിടിച്ചു. പാട്ടൊക്കെ പാടി അതിനനുസരിച്ച് സ്റ്റെപ്പൊക്കെ ഇട്ട് റൂമിലേക്ക് പോകുന്ന നന്ദുവിനെയാണ് ത്രിദേവിസ് കാണുന്നത്. നമ്മളിട്ട് തീ തിരിച്ചിട്ട് ആ കോപ്പ് കിടന്ന് തുള്ളി കളിക്കുന്നുണ്ടില്ലേ. തള്ളയെ കലിപ്പ് തീരണില്ല. എടി നോക്കണ്ട, റിച്ചുവാ വിളിക്ക്. നല്ല പവർ ആയതുകൊണ്ട് നന്ദു ഓൺ ദി സ്പോട്ട് അവിടെ നിന്നു. കൊള്ളാം മോളെ, കൊള്ളാം. കഴിഞ്ഞ ദിവസം വരെ റാം റാം എന്ന് പറഞ്ഞ് നടന്നിരുന്നോളാ ഇന്ന് വേറൊരുത്തരുടെ കൂടെ എൻഗേജ്മെൻ്റ് നടത്തിയിട്ട് തുള്ളിക്കളിക്കുന്നത്. അവൾ പറയുന്നത് കേട്ടൊന്ന് പുരികം വന്ദിച്ച് അവളെ നോക്കി. എന്നാലും നിന്നിൽ നിന്ന് ഞങ്ങളിത് പ്രതീക്ഷയില്ല. എങ്ങനെ കൈന്നടി നിനക്ക്? നിങ്ങളെന്തിനാ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നേ? നിങ്ങളുടെ എൻഗേജ്മെൻറ്റിനും നിങ്ങൾ ചാൻസ് കളിച്ചില്ലേ? അതുപോലെയാണോ ഇത്? ഞങ്ങളുടെ മനസ്സിൽപ്പെട്ട ആളുടെ കൂടെയായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് നടന്നത്. അതിനെൻ്റെ എൻഗേജ്മെൻറ്റും അങ്ങനെ തന്നെയാണല്ലോ നടന്നത്. റിൻഷ പറഞ്ഞ് മുഴുവനാക്കും മുന്നേ നന്ദു അങ്ങനെ പറഞ്ഞതും 3 ആവളെ നോക്കി പല്ല് കടിച്ചു. അവരെന്തോ പറയാൻ തുടങ്ങിയതും നന്ദു അവരുടെ തൻ്റെ കയ്യിലുള്ള റിങ് കാട്ടിക്കൊടുത്തു. ഇതെന്തിനാ ഞങ്ങളെ കാണിക്കുന്നത്? അതിലെന്താ എഴുതിയിരിക്കുന്നത് നോക്ക്. ഒരു ഭാഗ്യ വ്യത്യാസം ഇല്ലാതെ നന്ദു പറഞ്ഞത് കേട്ട് അവർ അതിലേക്ക് നോക്കി. ഗോൾഡ് റിംഗ് ഡയമണ്ടിൽ വെച്ചൊരു കൊച്ചു ഹാർട്ട്, അതിൽ S&D ലെറ്റേഴ്സ്. S&D? ഇതെന്താ ഡിനോട്ട് ചെയ്യുന്നത്? നീ എന്താ ഞങ്ങളെ വട്ടാക്കുവാണോ? ഞാൻ സീരിയസ് ആയി തന്നെ പറയുന്നത്. ഈ S&Dയും എന്താ ഡിനോട്ട് ചെയ്യുന്നതെന്നോ? സിദ്ധാർത്ഥിൻ്റെ എസ്സും ദേവനന്ദയുടെ ഡിയും. അല്ല, ശ്രീറാമിൻ്റെ എസ്സും ദേവനന്ദയുടെ ഡിയും. റിങ്ങിൽ തലോടിക്കൊണ്ട് നന്ദു പറയുന്നത് കേട്ട് ശ്രീദേവസ് ഞെട്ടി പരസ്പരം നോക്കി. വാട്ട്? ശ്രീറാമിൻ്റെ എസ്സോ? 3 പേരും ഒരേ സ്വരത്തിൽ ചോദിച്ചതും അവർ അതേത് തലയെട്ടി. അതുകൊണ്ട് അവർ എന്തോ പറയാൻ വന്നതും ഫോണിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ കോട്ട് വന്നു. അതിലേക്ക് നോട്ടം തെറ്റിച്ചു. ഋതിക്കായിരുന്നു എൻഗേജ്മെൻറ്റ് പിക്ക് നേരത്തെ പറഞ്ഞ് സ്പെഷ്യൽ ക്യാമറയിലെടുത്തത്. അവൻ സെൻഡ് ചെയ്ത ഫോട്ടോസായിരുന്നു. അത് ഡൗൺലോഡ് ആയതും അതിൽ നന്ദുവിൻ്റെ കയ്യിൽ റിങ് ഇടുന്ന വ്യക്തിയെ കണ്ട് 3 പേരും ഒന്നൊന്നര ഞെട്ടിലങ്ങ് ഞെട്ടി. ഷീട്ട് തുടരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ടിൽ ദെൻ സ്പെഷ്യൽ സമസ്ത സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.